ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112-ൽ വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT/LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. ഈ കൊടി ഈ നാടിന്റെ ജനതയെ വഞ്ചിക്കില്ല. ഈ കൊടിക്കൊരു ചരിത്രമുണ്ട്. ഈ കൊടി ഇങ്ങനെ ചുവന്നു പോയത് ചെമ്പതാക ചുകന്നത് ചുകപ്പ് കളർ അടിച്ചു തേച്ചു വച്ചിട്ടല്ല. പണ്ടൊരു കാലമുണ്ട് ഈ നാടിനകത്ത മനുഷ്യർക്ക് നിവർന്നു നിൽ. ഡൗൺലോഡ് ഷെയർ ചാറ്റ്. ബാധ്യത എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പഴയ കാലത്ത് പരിശോധിച്ച രാജഭരണകാലത്ത് പോലും പൊതു കിണറുകളും പൊതു കുളങ്ങളും ആ കൺസെപ്റ്റിന്റെ ഭാഗമായി വന്നതാണ്. സേവന മേഖലയിൽ സ്വകാര്യവൽക്കരണം എന്ന ഘട്ടത്തിലാണ് 984-ൽ കേരള വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ അതോറിറ്റിയായും തുടർന്ന് 986-ൽ കേരള വാട്ടർ അതോറിറ്റിയായും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റി രൂപീകരിക്കപ്പെട്ട ശേഷം 987-ലെ ആദ്യത്തെ ദേശീയ നാളെയും മറ്റന്നാളുമായി പ്രതിനിധി സമ്മേളനം VS-ന്റെ നാമധേയത്തിലുള്ള നഗരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നു. കാരണം കേരളത്തിലെ പ്രമുഖരായ സാംസ്കാരിക പ്രവർത്തകരും കവിയും നാടകത്തും പ്രഭാഷകമായ പ്രവർത്തകരോടും കൂടി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ആരാധനായ കർണാടകം മുൻ MLA കുഞ്ഞമ്പു, ജയിക്കുന്ന സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ ഉൾപ്പെടെ വേദിയിലുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി, ഒരുപാട് കൃത്യമായ സാംസ്കാരിക അവരെ വിളിക്കുന്നതന്നെ ഉദയം ഞാൻ ചോദിച്ചു. അദ്ദേഹം സമ്മതിച്ചില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിന് വഴങ്ങിയാണ് ഞങ്ങളുടെ വിളിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ നിങ്ങളുടെ സമയം അധികം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഏതൊരു പുരോഗമന പ്രസ്ഥാനത്തും അത് ട്രേഡ് യൂണിയനായാലും സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു സംഘം അല്ലെങ്കിൽ ലോകത്തിൽ നടന്ന വലിയ പോരാട്ടങ്ങളുടെ ഭാഗമാണ് നമ്മൾ നടത്തുന്ന ഓരോ ചെറിയ പ്രവർത്തനം. അദ്ദേഹം ജീവിച്ച അതേ കാലഘട്ടത്തിലായിരുന്നു ഏതൻസിൽ സോക്രട്ടീസ് ജീവിച്ചിരുന്നത്. പല സോക്രട്ടീസിനെ അന്നത്തെ സമൂഹം അംഗീകരിച്ചില്ല. അന്നത്തെ ഭരണാധികാരികളുടെ വളരെ ക്രൂരമായ ശിക്ഷ ഏറ്റുവാങ്ങി വിഷം കുടിച്ച് അദ്ദേഹത്തിന് സ്വയം നയിക്കേണ്ടി വന്നു. ഇന്നും ലോകത്തിലെ ഏത് സർവകലാശാലയിലും ചരിത്രം അല്ലെങ്കിൽ ഫിലോസഫി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനോട് ലോകത്തിലെ ഏറ്റവും മഹാന്മാരായ 10 ചിന്തകരുടെ പേര് ബ്ലാക്ക് ഹോൾ എഴുതാൻ പറഞ്ഞാൽ അതിലൊരു പേരാണ് സോക്രട്ടീസ്. പക്ഷെ അദ്ദേഹം 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഭരണാധികാരികളുടെ
ജയിൽ മുറിയിൽ വിഷം മരിച്ച് രക്തസാക്ഷിയായ ഒരാളാണ്. ആദ്യമായി പറഞ്ഞ മഹാന്മാരൊരാൾ ബുദ്ധനാണ്. സംഘം ചെയ്തു, സംഘം ശരണം. വെറും സംഘം മാത്രം പോരാ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സംഘങ്ങളുണ്ട്. വലതുപക്ഷമുണ്ട്, ഇടതുപക്ഷമുണ്ട്, അരാജക സംഘടനകളുണ്ട്, അരാഷ്ട്രീയ സംഘടന, ഒരുപാട് സംഘങ്ങളുണ്ട്. ഏറ്റവും പുതിയ കോപ്പറേറ്റ് പാർട്ടി ഉൾപ്പെടെയുണ്ട്. അത് സംഘമാണ്. അപ്പോൾ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ബുദ്ധൻ വളരെ ക്ലിയറായി പറഞ്ഞു, ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പറഞ്ഞു, സംഘടിച്ചാൽ മതി, സംഘം ശരണം. അദ്ദേഹം ഉടനെ പറഞ്ഞ അദ്ദേഹം ബുദ്ധം ശരണം. അതിന് ഭൗതികമായൊരു തരം വേണം. അത് മാത്രം പോരാ, മൂന്നാമത്തെ കാര്യം ധാർമ്മികത വേണം, ധർമ്മം ശരണം. ഈ 3 കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഉത്തരേന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെങ്ങും അദ്ദേഹത്തിന്റെ ആശയം അന്ന് പ്രചരിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ ഇടതുപക്ഷം എന്ന് പറയാനോ അതാണ്. ഒരുപക്ഷെ ഇടതുപക്ഷം എന്ന കാഴ്ചപ്പാട് എന്ന ശേഷം ഫ്രഞ്ച് പാർലമെന്റ് കൂടിയപ്പോൾ അതിൽ ഇടതുപക്ഷത്തിരുന്നവർ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനോ, ഇന്നത്തെ ഈ ഭൂമി ആകാശം പോലെ എല്ലാവർക്കും ആകാശപ്പെട്ടതാണ് പറഞ്ഞത്. അവരാണ് ആദ്യമായി സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. സ്ത്രീകൾക്ക് വോട്ടവകാശം വേണമെന്ന് ആദ്യമായി ആശയം മുന്നോട്ട് വെച്ചത് ഫ്രഞ്ച് വിപ്ലവമാണ്. സ്വാതന്ത്ര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും മുദ്രാവാക്യം മുന്നോട്ട് വരും. ഒരു സംശയമില്ല, നമ്മുടെ നാടിന്റെ എല്ലാ ജനമുന്നേറ്റങ്ങൾക്കും പശ്ചാത്തലം ഒരുക്കിയത് കലാ സാംസ്കാരിക മുന്നേറ്റങ്ങളാണ്. പക്ഷെ അത് അത്ര കാര്യങ്ങൾക്ക് വലിയ കടന്നാക്കം നേരിട്ടുകൊണ്ടിരുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് തിരിച്ചറിവ് മാത്രം എല്ലാ രംഗത്തും ആധിപത്യം ചെലുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ അപകടകരമായ കാലഘട്ടം. പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും അവർ നടത്തിയ സമരങ്ങൾ, അവരുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന സർക്കാരുകൾ, അതിൻ്റെയൊക്കെ ഫലമായി അന്തസ്സുള്ള ജീവിതത്തിലേക്ക് ഉയർത്തപ്പെട്ട ജനവിഭാഗങ്ങളിലേക്ക് പോലും വലതുപക്ഷ ആശയങ്ങൾ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ത്യയിലുള്ളത്, ഈ കേരളത്തിൽ പോലുള്ളത്. ആശയങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളിൽ തന്നെ ഒരു വിഭാഗം അവരുടെ മനസ്സിലേക്ക് വലതുപക്ഷ ആശയങ്ങൾ എത്തുന്ന കാലഘട്ടം. അതിനെ ചെറുക്കാൻ സാംസ്കാരികമായ പോട്ടത്തിലൂടെ മാത്രമേ കഴിയൂ. നാട് ഇന്ത്യ ആയാലും കേരളമായാലും കടന്നുപോകും. അത് കേവലം ഒരു സമ്മേളനത്തിന്റെ സാംസ്കാരിക സമ്മേളനം കൊണ്ട് മാത്രം അവസാനിക്കേണ്ട കാര്യമല്ല. നമ്മുടെ ഓരോ രംഗത്തും സാംസ്കാരികമായ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകേണ്ട കാലഘട്ടമാണ്. അഭ്യർത്ഥിക്കണം. നിശ്ചയമായിട്ടും ആ അർത്ഥത്തിലാണ് നമ്മൾ സാംസ്കാരിക പ്രവർത്തനങ്ങളെ കാണുന്നത്. വലിയൊരു സാംസ്കാരിക മുന്നേറ്റം, കേരളത്തിന്റെ മഹിതമായ പാരമ്പര്യം വലിയ സാംസ്കാരിക മുന്നേറ്റമാണ്. പക്ഷെ അതിന്റെ ഗ്രാഫ് കുറച്ച് കഴിഞ്ഞപ്പോൾ താഴോട്ട് വന്നിട്ടുണ്ട്. ആ മുന്നേറ്റം ഏറ്റവും ശക്തമായി മുന്നോട്ട് പോയി. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പുരോഗമന സാംസ്കാരിക രംഗത്ത് അതിന്റെ വളർച്ചയുടെ ഗ്രാഫ് പുറകോട്ടുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ മാറി വന്നു വരും. നിശ്ചയമായും ഒരു സാമൂഹ്യ പ്രസ്ഥാനത്തെ മുന്നോട്ട് പോക്കി അനിവാര്യമായ ഘടകമാണ്. അത്തരം ഒരു സാഹചര്യം നമ്മൾ നിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ വെല്ലുവിളികൾ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ വലിയൊരു സാംസ്കാരിക ധാര മനുഷ്യപക്ഷത്ത് നിലനിർത്തിക്കുന്നു. എല്ലാറ്റിലും ഉപരി മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ചിന്തിക്കുന്ന സാംസ്കാരിക അവബോധമുള്ള ട്രേഡ് യൂണിയനുകൾ, യുവതല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, നാടിനു വേണ്ടി പൊതുന്ന മഹാപ്രസ്ഥാനങ്ങൾ, അവയെല്ലാം ഏറ്റവും സജീവമായി രംഗത്തിറങ്ങേണ്ട ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. നിശ്ചയമായിട്ടും അതുകൂടി വരുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയ സംഘടനാ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന് ഒരു ഗരിമ കൈവരിക്കുന്നത്. നിശ്ചയമായും നിങ്ങളുടെ സമ്മേളനത്തിന്റെ ഭാഗമായി ഈ അർത്ഥത്തിൽ ഒരു സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കുകയും അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക നായകനെ തന്നെ ഇവിടെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. നിശ്ചയമായിട്ടും ആ അർത്ഥത്തിലുള്ള ഒരു പ്രഭാഷണം തന്നെ
കഴിവുള്ളവരുടെ ഭാഗത്ത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ആദരണീയായ ശ്രീ സഖാവ് കഴിവുള്ളവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൊടുത്തു. കൃത്യമായും ഒരു നൂറ്റാണ്ടെങ്കിലും കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എല്ലാ സമ്മേളനങ്ങളോടൊപ്പം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടല്ലാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുമില്ല എന്ന് നാം അടിവരയിട്ട് വായിക്കേണ്ടതാണ്. സ്വാഗത പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചതാണ് മറ്റൊന്ന് കുടിക്കുന്ന വെള്ളമാണ്. അതുകൊണ്ട് ഈ ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സേവനവും ജീവിതവും എത്രത്തോളം പ്രധാനമാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാ കാലത്തും കുടിവെള്ളം എന്നത് മനുഷ്യർ വനാന്തരങ്ങളിൽ, മേടുകളിൽ, കാടുകളിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു കാലം കഴിഞ്ഞാൽ നദീതടങ്ങളിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങുന്ന ഒരു കാലം തൊട്ടാണ് നാം മഹാശിലായുഗ സംസ്കാരത്തെക്കുറിച്ച്, നിയാണ്ടർത്താൽ സംസ്കാരത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞു വരുന്നത് പോലെ, ഇരുമ്പുയുഗം, ലോഹയുഗം എന്നൊക്കെ വിളിക്കുന്നത് പോലെ അല്ലാതെ തീരുമാനിക്കുന്ന, തെരഞ്ഞെടുക്കുന്ന ഒരു ഘട്ടം തൊട്ട് ജലം എന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുന്നത്, അത് ജീവജലമായി തീരുന്നത് എന്ന് നാം ചരിത്രത്തിലൂടെയും ജീവിതത്തിലൂടെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം എന്നത് ജീവിതത്തിന്റെ തന്നെ അടിസ്ഥാനമാണ്, വായു പോലെ. ഇപ്പോൾ പല നഗരങ്ങളിലും ഓക്സിജൻ കിയോസ്കുകൾ സ്ഥാപിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാന നഗരി തന്നെ ശ്വസിക്കാൻ പ്രാണവായു ഇല്ലാത്തൊരിടമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പലപ്പോഴും മലിനവായു കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ് ശ്വസിക്കാൻ എന്ന് നമുക്കറിയാം. പ്രാണവായുവിന് പോലും കിയോസ്കുകൾ സ്ഥാപിക്കേണ്ട, ബൂത്തുകൾ സ്ഥാപിക്കേണ്ട, ഓക്സിജൻ ബൂത്തുകൾ സ്ഥാപിക്കേണ്ട നിലയിലേക്ക് നാട് മാറുമ്പോൾ ഇവിടെ നമ്മുടെ കുടിവെള്ളത്തിന്റെ ഒരു മേഖല, അതുപോലെ തന്നെ ജീവിതത്തെയും ജീവനെയും പിടിച്ചു നിർത്തുന്ന കുടിവെള്ളത്തിന്റെ ഒരു മേഖലകളിൽ ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന UDF എന്ന ആ സംവിധാനം അന്ന് ചിന്തിച്ചത് എന്ന് നിങ്ങളുടെ മുഴുവൻ, പ്രത്യേകിച്ച് ഈ സംഘടനയുടെ ഒരു നിലനിൽപ്പ് തന്നെ കുടിവെള്ളത്തിന്റെ പൊതുമേഖലയിലുള്ള പിടിച്ചു നിർത്തൽ, അതിന്റെ ഒരു സംരക്ഷണം എന്നതിലൂന്നിയാണ് എന്നുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. ധവളപത്രം അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ ഒരു ആശയം ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ ഏവരും ശ്രദ്ധിച്ചിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് ലാഭകരമല്ലാത്ത എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയെ കൂടി പങ്കാളികളാക്കുകയോ വിൽക്കുകയോ ചെയ്യുക എന്നതാണ് അതിലത്തെ ഒരാശയം. അതുകൊണ്ട് ആർക്കും അടങ്ങിയിരിക്കാൻ പറ്റുന്ന ഒരു കാലമല്ല മുന്നിലെത്തിയിരിക്കുന്നത് എന്ന് തെളിയിക്കുകയാണ്. ധവളപത്രം എന്നതൊക്കെ മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തുന്ന ഒരു വ്യായാമം മാത്രമാണ്. 5.07 ലക്ഷം കോടിയുടെ കടബാധ്യതയുണ്ട് കേരളത്തിന് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അനുമതിക്ക് വിധേയമായി മാത്രമേ ഈ കടമെടുക്കലും അത് ഉപയോഗിക്കലും ഒക്കെ കഴിയുള്ളൂ. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി നിലനിന്ന സർക്കാർ ലക്ഷക്കണക്കിന് കോടിയുടെ കിഫ്ബി ലോൺ വഴി ഇവിടെ കണ്ണ് തുറന്നു നോക്കിയാൽ എവിടെയും കാണാവുന്ന വിധത്തിൽ അസറ്റിന്റെ
ഒരു സ്ഥിര നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത് എന്നത് ഇതൊരിക്കലും കടമല്ല, നിക്ഷേപമാണ് എന്നത് സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും. ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ, ആയിരക്കണക്കിന് ആശുപത്രികൾ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ പണമായി തന്നെ മാറ്റിത്തീർത്ത വലിയ ഒരു ആസ്തിയുടെ വിന്യാസമാണ് ഈ കേരളത്തിലുള്ളത് എന്നത് പ്രാഥമിക ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാക്കാനാവും. അത്തരമൊരു യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിന്നിട്ടാണ് ഒരുപക്ഷെ വിദ്യുച്ഛക്തിയെ, വെള്ളത്തെ, ഇതുപോലുള്ള അടിസ്ഥാന സൗകര്യ മേഖലകളെ മുഴുവൻ സ്വകാര്യ വ്യക്തികൾക്കും കമ്പനികൾക്കും കുത്തകൾക്കും മറിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള എന്നത് പോരാട്ടത്തിലൂടെ ശക്തമായി തീർന്ന ഒരു തൊഴിലാളി വർഗ സംഘടനയ്ക്ക് അതിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ദിവസം, അത് ആരംഭിക്കുന്ന ദിവസം നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു വാർത്തയാണ് എന്ന് നാം മറന്നുകൂടാ. എന്നാൽ നാം അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ സംസ്കാരവും നമ്മുടെ ജീവിതവുമായി ഏത് വിധമാണ് ഇതുപോലെ ഒരു മേഖല ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. ചോദിക്കുന്നു നാവു വരണ്ടഹോ, ഭീതി വേണ്ട തരിക ധനിക്കു നീ എന്നാണ് ആശാൻ ചണ്ടാല ഭിക്ഷുകി എന്ന അത്യുജ്വലമായ കാവ്യത്തിൽ ഒരു നൂറ്റാണ്ടിന് മുമ്പ് എഴുതി വെച്ചത് എന്ന് നാം ഓണത്തിൽ വൻപുകൾ കൊണ്ട ശ്രാവസ്തിക്കടുത്തോരൂരിൽ 2500 ആണ്ടോളമായി വെയിൽ കൊണ്ടെങ്ങും വാകകൾ പൂക്കും നാളിൽ എന്ന് ചണ്ടാല ഭിക്ഷുകി തുടങ്ങുന്ന ഈ വരികളിലൂടെയാണ് സ്ഥലം, കാലം, കഥാപാത്രം. അത് 2500 വർഷം മുമ്പ് ഉത്തര ഹിന്ദുസ്ഥാനത്തിൽ വൻപുകൾ കൊണ്ട് ശ്രാവസ്തിക്കടുത്ത ഒരു ഗ്രാമത്തിലേക്ക് നമ്മളെ മുഴുവൻ കൊണ്ടുപോവുകയാണ്. ഇതേ പേരിൽ ഒരു നാടകം ടാഗോർ എഴുതുന്നത്, ഒരു കാവ്യ നാടകം, ഇതേ പ്രമേയമാണ്. ലോകത്തിന് മുഴുവൻ മാതൃകയായി തീർന്ന മഹത്തായ ഒരു കൃതി, സാമൂഹികമായ നിമ്നോന്നതത്വങ്ങളുടെയും തടവിൽ കിടന്നിരുന്ന പഠിപ്പിക്കുന്ന കവി കുമാരനാശാനാണ്. ജാതിക്കും ജാതകത്തിനും അപ്പുറത്ത് ആശാന്റെ എല്ലാ നായികമാരും പരിശോധിച്ചാൽ നമുക്കറിയാം, അത് ജാതിക്കപ്പുറത്ത്, ജാതകത്തിനപ്പുറത്ത് ഉപഗുപ്തനെ പ്രണയിക്കുന്ന, ബുദ്ധഭിക്ഷുവായ ഉപഗുപ്തനെ പ്രണയിക്കുന്ന, കരചരണങ്ങൾ ഛേദിക്കപ്പെട്ട് കിടന്നിട്ടും കാത്തിരിക്കുന്ന കരുണയിലെ നായിക. അതുപോലെ ആനന്ദ ഭിക്ഷുവിനെ മനസ്സാ വരിക്കുന്ന, അപ്പോഴൂതങ്ങൊരു പെൺകുടിയാൾ ചെറുചെപ്പുകൂടം 1.5 മേലെ ചണ്ടാലിക. അവൾ കടന്നു വരികയാണ്. മാതങ്കി എന്ന ഒരു കഥാപാത്രത്തെ ഗ്രാമത്തിന് പുറത്തങ്ങ് വസിക്കുന്ന ചാമർനായകൻ തന്റെ കിടാത്തിയായ ഒരു കഥാപാത്രത്തെ നേരിട്ട് കൊണ്ടുവന്ന് പൂമതൂകുന്തൻ പാള കിണറ്റിലിട്ട് കോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർകോരി നിന്നീടിനാൾ ശ്രീമാനാം ഭിക്ഷു അങ്ങു ചെന്നർത്ഥിച്ചാൻ. ഞാൻ പറയുന്നത്, ഇത് മാനവികതയെ നമ്മുടെ സമൂഹത്തിൽ ഊട്ടി വളർത്തിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ജലവിതരണം എന്നതാണ്. കുഴലുകളിലൂടെ പൊതുവായ കുളങ്ങളിൽ എവിടെയും മഹാഭൂരിപക്ഷം വരുന്ന അധസ്ഥിതർക്ക് പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത ഒരു കാലത്ത് നിന്ന് ഒരു പൈപ്പ് തിരിച്ചാൽ എല്ലാവർക്കും ഒരുപോലെ, രാജാവിനും പ്രജയ്ക്കും ബ്രാഹ്മണനും ചണ്ടാളനും ഒരുപോലെ വെള്ളം ലഭിക്കുന്ന ഒരു വ്യവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുവരുമ്പോൾ വാട്ടർ സപ്ലൈ എന്ന കേവലമായ ഒരു ഭൗതിക പ്രവർത്തനത്തിനപ്പുറത്ത്
സമൂഹത്തിന്റെ സംസ്കാരത്തിൽ ജാതീയതക്കതീതമായ മാനവികതയുടെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിലേക്ക് വെള്ളം എന്ന ഒറ്റ രൂപകം എങ്ങനെയാണ് കടന്നു പോകുന്നത്? അല്ലല്ലെന്തോ കഥയിലോ കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. ആര്യൻ എന്ന വാക്കിന് ഒരർത്ഥമേ ഉള്ളൂ, അത് അകലെ നിന്ന് വരുന്നവൻ, പണ്ഡിതൻ എന്നൊക്കെയുള്ള അർത്ഥമേ ഉള്ളൂ. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാൻ ഇതുപോലൊരു സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നില്ല. വടക്ക് നിന്ന് കടന്നു വന്നവരാണ് നമ്മുടെ സമൂഹത്തിലേക്കും വലിയൊരു വിഭാഗം. സതീഷ് ചന്ദ്ര അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ബുദ്ധസങ്കല്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആശയങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. ബുദ്ധം ശരണം എന്ന്, ധർമ്മം ശരണമെന്ന്, സംഘം ശരണമെന്ന്. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളും ബുദ്ധവിഹാരങ്ങൾ മാറ്റി ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളാണ്. കൊടുങ്ങല്ലൂരിൽ ഇപ്പോഴുള്ള പത്തിനി ദേവിയുടെ പഴയ ജൈനക്ഷേത്രമാണ് ഇപ്പോഴുള്ള കൊടുങ്ങല്ലൂർ അമ്മയുടെ ക്ഷേത്രം. 1964 നടത്തിയ ഒരു എക്സ്കവേഷന്റെ ഘട്ടത്തിൽ നിരവധിയായ ജൈന ബുദ്ധ പ്രതിമകൾ ആഴത്തിൽ കുഴിച്ചിട്ടതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ ഹിസ്റ്ററിയുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്ന ഡോക്ടർ സി ഗോവിന്ദൻ ചിലപ്പതികാര കാലത്തെ കേരള ചരിത്രം എന്നൊരു പുസ്തകത്തിൽ ഞങ്ങളുടെ വലിയ ശേഖരം കേരളത്തിൽ എവിടെയുമുണ്ട്. അതുകൊണ്ട് അതിന്റെ മുഴുവൻ ശ്മശാന ഭൂമിയിലാണ് ഒരർത്ഥത്തിൽ നാം ഇന്ന് നിൽക്കുന്നത്. ഏറ്റവും ഉദാത്തമായ ഗോത്രജീവിതം മാത്രം ഉണ്ടായിരുന്ന കേരളത്തിലേക്ക് കടന്നുവന്ന് സമത്വത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന ആശയങ്ങളുടെ മനുഷ്യരുടെ ഒരു കാലത്തിന് ശേഷം എങ്ങനെയാണ് പിന്നീട് അത് ഒരുപക്ഷെ ഏറ്റവും ഭീകരമായ ജാതി മേധാവിത്വങ്ങളിലേക്ക് അടിസ്ഥാനപരമായി മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന അനാചാരങ്ങളിലേക്ക് മാറിപ്പോയത് എന്നത് വളരെ പ്രധാനപ്പെട്ട നാളിൽ എന്ന് ബുദ്ധകാലഘട്ടത്തെ നേരിട്ട് പറയാണ്. കൃത്യമായിട്ടും ഏത് രംഗകലകൾക്കും ഏത് ദൃശ്യകലകൾക്കുള്ള ഒരു പ്രത്യേകത സ്ഥലം, കാലം, കഥാപാത്രം എന്നിങ്ങനെയാണ്. ഇങ്ങനെ കൃത്യമായിട്ട് ഈ കവിതകൾ കൊണ്ട് നമ്മളെ കാണിക്കുകയായിരുന്നു, അതുകൊണ്ട് കേൾപ്പിക്കുകയായിരുന്നില്ല. ഈ കവിത നമ്മളെ വായിപ്പിക്കുകയായിരുന്നില്ല. ഉത്തര മധുരാപുരിക്കുത്തരോ ബന്ധത്തിലുള്ള വിസ്തൃത രാജവീഥീതൻ കിഴക്കരികിൽ സ്പെസിഫിക്കായി സ്പേസ് എന്നൊന്നിനെ ഇങ്ങനെ കാണിച്ചു തരികയായിരുന്നു. ജാതകത്തിന് അപ്പുറത്ത് ആരോഗ്യമുള്ള സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണുകയും പ്രണയിക്കുകയും ചെയ്യുന്ന ഒരു മാനവിക സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യ പരിശ്രമങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമരഭൂമികളിലൊന്നായി കവിതയെ മാറ്റിയ ആശാനിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും കുടിവെള്ളം ഒരുപോലെ പ്രാപ്യമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാനത്തിന്റെ ധാരകളിൽ ഒന്നാണ് എന്റെ മുമ്പിലിരിക്കുന്ന ഈ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയുമെന്ന്, ഓരോ ജീവനക്കാരനും, ഓരോ തൊഴിലാളിയുമെന്ന് ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ കേരളത്തെ നവോത്ഥാനത്തെ അതിന്റെ മുന്നിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും വലിയ തടസ്സമായി ഉണ്ടായിരുന്നത് 92 ഞാൻ ഇവിടെ വന്ന് ഈ കാസർഗോഡിൽ നിന്നിട്ട് ദുമ്പ് ദാണ്ടുവോ എന്ന പേരിൽ അന്ന് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഇവിടെ വന്ന് താമസിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടകം ദുമ്പ് ദാണ്ടുവോ എന്ന പേരിൽ തന്നെയാണ്. അതിന്റെ അർത്ഥം തുളുവിൽ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന തുളു അറിയുന്ന പരിഭാഷകർ പറഞ്ഞു തന്നത് ഞങ്ങൾ അതിജീവിക്കുമെന്നാണ്. അജ്ഞാത കർത്തൃകമായ ഒരു നീഗ്രോ ഗാനം നമുക്ക് എല്ലാവർക്കും അറിയാം. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday എന്നാണ്. ഇത് അജ്ഞാത കർത്തൃകമായ ഒരു നീഗ്രോ ഗാനമാണ്. ഇതേ വരിയാണ് ഈ തുളുവിൽ കൊറകർ പാടിക്കൊണ്ടിരുന്ന ദുമ്പു ദാണ്ടുവോ എന്ന വരിയിലുള്ളത്. അത് ഞങ്ങൾ അതിജീവിക്കും എന്നാണ്. ലോകത്തിന്റെ നാനാകോണുകളിൽ മനുഷ്യരെങ്ങനെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 2 നോവലിസ്റ്റുകളുടെ
വിവാദമാണ്, അല്ലാതെ അതിലൊന്നും യാതൊരു അർത്ഥമില്ല. ലോകത്തിന്റെ രണ്ട് കോണുകളിൽ നിന്ന് ഒരു തരത്തിൽ രണ്ടുപേരെഴുതും. അതുകൊണ്ടാണ് അജ്ഞാത കർത്തൃകമായ നീഗ്രോ ഗാനം പോലെ ഈ കാസർഗോഡിനിപ്പുറത്തുള്ള അക്ഷരാഭ്യാസമില്ലാത്ത കുറവരും ഇതേപോലെ ഒരു പാട്ട് പാടുന്നത്. ഞങ്ങൾ അതിജീവിക്കും, എന്നാകിലും ഞങ്ങൾ അതിജീവിക്കും, ഞങ്ങൾ വിജയിച്ചിടും, ഞങ്ങൾ വിജയിച്ചിടും, ഞങ്ങൾ വിജയിച്ചിടും എന്നാകിലും എന്ന് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പാടുന്ന പാട്ട്. അന്ന് ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തെ മുൻനിർത്തിയാണ് 12 വയസ്സുള്ള ഒരു കുറക പെൺകുട്ടിയെ ഒരു LP സ്കൂൾ ഹെഡ് മാസ്റ്റർ റേപ്പ് ചെയ്ത ഒരു വിഷയം അതിന് തൊട്ടു മുമ്പ് ഇവിടെ നിലനിന്നിരുന്നു. ആ വിഷയത്തെ മുൻനിർത്തിയാണ് പൊതു കിണറിനടുത്ത് വന്ന് വെള്ളം കുടിക്കുന്ന ഒരു കുട്ടിയെ റേപ്പ് ചെയ്ത ഒരു കഥയിൽ നിന്നാണ് ഞാൻ എഴുതിയ നാടകം തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എപ്പോഴും വെള്ളം, അതിന്റെ ടച്ചബിലിറ്റി എന്നത്, അതിന്റെ സ്പർശനം എന്നത് ഒരു വലിയ സാമൂഹിക പ്രശ്നമോ രാഷ്ട്രീയ പ്രശ്നമോ ആണ്. അതിന് കഴിഞ്ഞ എത്രയോ കാലമായി പൊതു ഉടമസ്ഥതയിൽ സൃഷ്ടിക്കുന്ന പരിഹാരമാണ് മേലിൽ ഒരുപക്ഷെ അത് കുത്തക കമ്പനികൾക്ക് കൊടുക്കുന്നത് വഴി അത് വർഗീയതയുടെ ഉപോൽപ്പന്നമായി സൃഷ്ടിക്കപ്പെടുന്ന സംവിധാനങ്ങൾക്ക് കൊടുക്കുന്നത് വഴി തടസ്സപ്പെടാനിരിക്കുന്നത്. പാവപ്പെട്ടവർക്ക് നിഷേധിക്കപ്പെടുന്ന ഒന്നായി വെള്ളം മാറുക, കീഴ്ജാതിക്കാർക്ക് വേണമെങ്കിൽ നിഷേധിക്കപ്പെടുന്ന ഒന്നായി വീണ്ടും വെള്ളം മാറുക എന്നതിലേക്ക്. അതുകൊണ്ട് നാം നടത്തുന്ന സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായാലും രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായാലും നാം നടത്തുന്ന സമരത്തിന് സാംസ്കാരികമായ ഉള്ളടക്കം കൂടി ഉണ്ട് എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. CITUവിന്റെ പ്രവർത്തകരുടെയും അംഗങ്ങളുടെയും മാത്രം ഒരു പ്രശ്നമല്ല, മറിച്ച് ഈ സമൂഹത്തിലെ ലക്ഷക്കണക്കായ മുഴുവൻ മനുഷ്യർക്കും അത് പൊതു ഉടമസ്ഥതയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാരുകളുടെ ഉടമസ്ഥതയിൽ എക്കാലവും നിലനിൽക്കുക എന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഇതുപോലുള്ള നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ആ വലിയ ഒരു മുന്നേറ്റത്തിലാണ് ഈ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല. ഞാനീ പറഞ്ഞതുപോലെ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തവർ, ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്ന് ആശാനെ പോലൊരു കവിക്ക് വിലപിക്കേണ്ടി വന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് ഇതുപോലൊരു സദസ്സ് തൊട്ടുതൊട്ടിരിക്കുകയാണ്. ഒരാളുടെയോ ജാതിയോ മതമോ നമ്മൾ അറിയുന്നില്ല, അന്വേഷിക്കാൻ നമുക്ക് താല്പര്യമില്ല. സ്പർശം കൊണ്ടാണ് ഓരോ ജാതിക്കാരെയും അടുത്ത് നിൽക്കാൻ എത്ര അടി അകലം വേണമെന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിരുന്ന, അഥവാ അടിക്കണക്ക് തെറ്റിച്ചാൽ 18 അടി, 36 അടി, 64 അടി, ഇങ്ങനെ അടിക്കണക്ക് കൊണ്ട് ഓരോരുത്തരും മാറി നിൽക്കാൻ തിട്ടൂരമിറക്കപ്പെട്ടിരുന്ന ഒരു നാട്ടിൽ ആ അടിക്കണക്ക് തെറ്റിച്ചാൽ അടി ഉറപ്പായിരുന്ന ഒരു നാട്ടിലാണ് സത്യത്തിൽ ഈ ഇരിക്കുന്ന ഇത്രയും വലിയൊരു സദസ്സ് ധരിച്ച വർണ്ണവസ്ത്രങ്ങൾ കൊണ്ടല്ല ഇത് ഇത്രയും സൗന്ദര്യമുള്ളതായി തീരുന്നത്. ആത്മബോധവും വർഗബോധവും. CITUവിന്റെ 20ാം സംസ്ഥാന സമ്മേളനം കാസർഗോഡ് ഏറെ അഭിമാനത്തോടെയും ആവേശത്തോടെയുമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സാംസ്കാരിക സമ്മേളനം അക്ഷരാർത്ഥത്തിൽ ഒരു പൊതുസമ്മേളനമായി മാറുകയായിരുന്നു. ഇന്ന് രാവിലെ കയ്യൂരിൽ നിന്ന്, വിപ്ലവത്തിൻ്റെ മണമുള്ള കയ്യൂരിൽ നിന്ന് പതാക കൊടിമര ജാഥ രാവിലെ തുടങ്ങി വൈകുന്നേരം കാസർഗോഡ് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നടന്ന ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നാടകപ്രവർത്തകനും കവിയുമായ കരുവള്ളൂർ ഗുരുവായൂരിനാണ്. അദ്ദേഹത്തിന് യൂണിയൻ്റെ സംഘാടക സമിതിയുടെ പേരുള്ള നന്ദി അറിയിക്കുകയാണ്. അതേപോലെ ഈ സാംസ്കാരിക സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് മുൻ MLA കൂടിയായിട്ടുള്ള KP സതീഷ് ചന്ദ്രനാണ്. അദ്ദേഹത്തിനും സംഘാടക സമിതിയുടെ പേരുള്ള നന്ദി അറിയിക്കുകയാണ്. ഇവിടെ അഭിവാദ്യം അർപ്പിക്കാനെത്തിയ KSDA സംസ്ഥാന ട്രഷറർ സഖാവ് K രാഘവൻ, അതേപോലെ ലൈബ്രറി കൗൺസിൽ ഭാരവാഹി P ദാമോദരൻ, കവിയും എഴുത്തുകാരനുമായ രാഘവൻ വെള്ളിപ്പാടി, യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് P കരുണാരേട്ടൻ, സംഘാടക സമിതി ചെയർമാൻ CH കുഞ്ഞമ്പോട്ടൻ, CITU സംസ്ഥാന സെക്രട്ടറി സഖാവ് PK രാജേട്ടൻ, CPM ഏരിയ സെക്രട്ടറി TM കരീം, CITU ജില്ലാ സെക്രട്ടറി P മണിമോഹനൻ, യൂണിയന്റെ സംസ്ഥാന ട്രഷറർ OR ഷാജി,
സ്വാഗത ഭാഷണം നടത്തിയ യൂണിയൻ ജനറൽ സെക്രട്ടറി സഖാവ് പി ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് സംഘാടക സമിതിയുടെ പേരുള്ള നന്ദി അറിയിക്കുകയാണ്. മുസൽമാൻ ക്രിസ്ത്യാനിയുടെ തന്നുടെ മക്കളെന്നോട്ടിടണം എന്തിനാണ് കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കൂട്ടിടണം. മുസൽമാൻ ക്രിസ്ത്യാനിയുടെ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാൻ ക്രിസ്ത്യാനിയുടെ തന്നുടെ മക്കളും നോക്കിടണം എന്തിനാണ് കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇന്ത്യ തന്നുടെ മക്കളും നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാൻ ക്രിസ്ത്യാനിയുടെ തന്നുടെ മക്കളും നോക്കിടണം എന്തിനാണ് കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഭാഗമായി സമസ്ത മേഖലകളും സ്വകാര്യവൽക്കരിക്കപ്പെട്ടപ്പോ മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാൻ ഇന്ത്യ തന്നുടെ മക്കളും നോക്കിടണം എന്തിനാണ് കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുഴുവൻ വർഗ ബഹുജന സംഘടനകളുടെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ ആളുകളെയും ഇതിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഇന്ത്യ തന്നുടെ മക്കളും നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ
ഭാഗമായി സ്നേഹം നിറയണം ഇതിഹാസം ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold and Diamonds, Kerala and Karnataka, the glow of purity. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCസിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCസിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.